या मुस्तफ़ा या मुस्तफ़ा या मुस्तफ़ा या मुस्तफ़ा या मुस्तफ़ा या मुस्तफ़ा तू है आशिक़ नबी सबको ये बताए जा मुस्तफ़ा के इश्क में महफ़िलें सजाए जा तू है आशिक़ नबी सबको ये बताए जा मुस्तफ़ा के इश्क में महफ़िलें सजाए जा जश्न आमदे नबी जश्न आमदे नबी देश तू मनाए जा देश तू मनाए जा या मुस्तफ़ा या मुस्तफ़ा या मुस्तफ़ा या मुस्तफ़ा दामने नबी पकड़ और खुदा का नाम ले परिचमे नबी को तू आगे बढ़ के थाम ले दामने नबी पकड़ और खुदा का नाम ले परिचमे नबी को तू आगे बढ़ के थाम ले नाराए मुहम्मदी नाराए मुहम्मदी മമ്പുറം മക്കാമിന്റെ ചാരത്ത് ഞങ്ങൾ 10 വർഷം പൂർത്തീകരിക്കുന്നു. മമ്പുറം ബുക്ക് സ്റ്റാൾ, ഓഡിയോസ് ആൻഡ് ക്യാപ് മാർട്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മക്കാമിന് സമീപം മമ്പുറം. അതിരുകളില്ലാത്ത ആത്മീയ സംതൃപ്തി തേടി സയ്യിദ് അലവി തങ്ങളുടെ അരികത്തെത്തുമ്പോൾ നിങ്ങൾ സ്വന്തമാക്കാൻ കൊതിച്ച ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും ഗുണമേന്മയിലും ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഭക്തി നിർഭരതയുടെ ആഴങ്ങളിൽ ഊളിയിടാൻ പതിനായിരങ്ങളെത്തും മമ്പുറം മക്കാമിന് ചാരത്ത് നിങ്ങൾ തേടിയ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി ഒരു സമ്പൂർണ്ണ സൂപ്പർ മാർക്കറ്റ്. കിതാബുകൾ, പ്രഭാഷണ സീഡികൾ, ഭക്തിഗാനങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, മാപ്പിളപ്പാട്ട് സീഡികൾ, മികച്ച ഇനം തൊപ്പികൾ, പെർഫ്യൂമുകൾ, തസ്ബീഹ് മാലകൾ, കാലിഗ്രഫി ഫ്രെയിമുകൾ, മോതിരങ്ങൾ, ദഫുകൾ, ഭക്തിപകരും ഇസ്ലാമിക് ഉൽപ്പന്നങ്ങൾ എല്ലാം സമ്പൂർണ്ണതയോടെ നിങ്ങൾക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നു. മമ്പുറം ബുക്ക് സ്റ്റാൾ, ഓഡിയോസ് ആൻഡ് ക്യാപ് മാർട്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മക്കാമിന് സമീപം മമ്പുറം. ഫോൺ 04942460 714 9895147846. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامة من كل شيطان هامة ومن كل عين لامة. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله وبنعمته تتم الصالحات. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد صلاة وسلاما دائمين متلازمين إلى أبد الآبدين. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة.
فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ സ്നേഹം നിറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അള്ളാഹു ഈ സംഗമം വലിയൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അൻതുബ്തും വതാബ മംശാകും വതബവ്വഅതും മിനൽ ജന്നതി മൻസില എന്ന് മാലാഖമാർ പറയുന്ന, നിങ്ങൾ വന്നത് നന്നായി, നിങ്ങളുടെ കാൽവപ്പുകൾ അള്ളാഹുവിന് ഇഷ്ടമായി, നിങ്ങൾ സ്വർഗത്തിൽ വീടൊരുക്കിക്കഴിഞ്ഞു എന്ന് മലക്കുകൾ പറയുന്ന വിധം നമ്മുടെ കാൽവപ്പുകളെ അള്ളാഹു സ്വീകരിക്കട്ടെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്. മദീനയിലേക്ക് വരാൻ ഒരു നിമിത്തമുണ്ടാവുന്നു. 53 വർഷം അവിടുന്ന് ജീവിച്ച ജന്മനാട് മക്ക, ആ മക്കയിൽ നിന്ന് യാത്ര പറഞ്ഞ് 500 കിലോമീറ്ററുകൾക്കപ്പുറം മദീനയിലേക്ക് നടക്കുകയാണ്. ഉംറയ്ക്ക് പോയ ആളുകൾ ബസ്സിൽ കയറി എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിൽ ബസ്സിലിരുന്ന് നമുക്ക് കാൽമുട്ട് വേദനയാകുന്നു. 5 മണിക്കൂർ ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ടോ, നമ്മുടെ ഹബീബ് കാൽനടയായും ഒട്ടകപ്പുറത്തും ഒളിച്ചും പാർത്തും നടന്ന ഹിജ്റ പോയ വഴിയായിരുന്നു അതെന്ന്. അതിലും എനിക്കേറ്റവും സങ്കടമുള്ള വിഷയം ഞാൻ നിങ്ങളോട് പറയട്ടെ. സങ്കടം നിങ്ങളോട് പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയൂ. മക്ക വരെ പോയിട്ട് ഹജ്ജിന് നിയ്യത്ത് ചെയ്ത് മക്ക വരെ പോവുകയും മക്കയിലെ ഹജ്ജെല്ലാം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു പോരുന്നതല്ല എൻ്റെ വിഷമം. ഒന്ന് മദീനയിൽ പോകാൻ സമയം കണ്ടെത്താതെ തിരക്ക് പിടിച്ചു പോരുന്നവർ, അല്ലെങ്കിൽ മദീനയിൽ പോയാൽ മക്കയിലെ അത്രക്ക് പ്രതിഫലമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ. ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിൻ്റെ കൂലി മക്കയിലല്ലേ, മദീനയിൽ അത് 1000 ഉള്ളൂ. അതുകൊണ്ട് കൂലി മുഴുവനും ചാക്കിലാക്കാൻ മക്കയിൽ നിന്നാൽ മതിയല്ലോ എന്ന് ചിന്തിച്ച് മദീനയിലേക്ക് പോവാതെ തിരിച്ചു വരുന്ന പച്ചപ്പാവങ്ങളായ സാധുക്കളോട് ഞാൻ പറയട്ടെ, മക്കയിൽ 1,00,000 കൂലിയുണ്ടെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? നിങ്ങൾ ചെയ്യുന്ന ഉംറയും ഹജ്ജും പഠിപ്പിച്ചു തന്നത് ആരാണ്? സംസത്തിന് പുണ്യമുണ്ടെന്നും കഅബാലയം ഇന്ന അവ്വല ബൈത്തിൻ وضع للناس للذي ببكة مباركة. മക്ക മുബാറക്കാണ്, പരിശുദ്ധമാണെന്ന് നമ്മെ പഠിപ്പിച്ചതും ഈ റസൂലല്ലേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത് ഈ നബിയല്ലേ, സഈ ചെയ്യാൻ പഠിപ്പിച്ചതും ഈ നബിയല്ലേ. അങ്ങനെയെല്ലാം പഠിപ്പിച്ചു തന്ന നബിയെ ഒന്ന് ചെന്ന് കാണാൻ സാധ്യമല്ലെങ്കിൽ തന്നെ അവിടുത്തെ പരിശുദ്ധമായ റൗളയിലേക്കൊന്ന് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് നേരിട്ട് സലാത്തും സലാമും ചൊല്ലൽ, സ്വലാത്തും സലാമും ചൊല്ലൽ അത്രമേൽ പുണ്യമായിരിക്കെ
പ്രതിഫലം കുറവല്ലോ എന്ന് പറഞ്ഞ് പോകാതിരിക്കുന്നത് എത്ര വലിയ നന്ദികേടാണ്. മിനിമം നന്ദികേടല്ലേ അത്? ഒക്കെ പഠിപ്പിച്ച ഒരാളെ, എല്ലാം പറഞ്ഞു തന്ന തിരുനബിയെ ഒന്ന് ചെന്നു നോക്കാൻ സമയം കണ്ടെത്താത്തത് എന്തോ ഒരു വലിയ അനാദരവാണ്. ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ വരികയും എന്നെ സന്ദർശിക്കുകയും ചെയ്തില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയോ എന്ന് ഞാൻ ഓർത്തുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. തങ്ങൾ പറഞ്ഞ വാക്കിന് അത്ഭുതമുണ്ട്. എന്നെ കാണാതെ വന്നാൽ ഞാൻ നിങ്ങളോട് പിണങ്ങും എന്ന് നബിക്ക് പറയാം. പക്ഷെ നബി അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് പിണങ്ങിയോ എന്ന് ഞാൻ വിചാരിച്ചു പോകും കേട്ടോ, എന്നെ കാണാതെ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ നബിയോടാണ് ഒന്ന് സലാം പറയാൻ സമയം കണ്ടെത്താതെ തിരിച്ചു പോരുന്നത്. ഇതൊരു ഖേദകരമാണ്. മദീനയിലെ നിസ്കാരത്തിന് 1 ലക്ഷമോ 2 ലക്ഷമോ കൂലി അള്ളാഹ് തരാൻ കഴിയാത്തത് കൊണ്ടാണോ? നബിക്കങ്ങ് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല. നിങ്ങൾ മദീനയിൽ പോകുന്നുവെങ്കിൽ അതെന്റെ നബിയോടുള്ള സ്നേഹം കൊണ്ടുപോയാൽ മതി. കൂലി കിട്ടാൻ നിങ്ങൾക്ക് മക്കയെമ്പാടുമുണ്ട്. കൂലിയാണ് ലക്ഷ്യമെങ്കിൽ വരണ്ട. എന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. എന്റെ ഹബീബ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആലിമു മദീന, ലോകം കണ്ട പ്രഗൽഭനായ ആലിമാണ്. ലാ യുഫ്താ വമാലികും ഫിൽ മദീന. ഇമാം മാലിക് എന്നവർ മദീനയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലോകത്തൊരു പണ്ഡിതനും ഫതവ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഇമാമുന ഇമാം മാലിക് ഇബ്നു അനസ് മദനി റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് നിർബന്ധമായ ഒരു ഹജ്ജിനല്ലാതെ പുറത്തു പോയിട്ടില്ല. എന്തേ കാരണം എന്നറിയോ? സുന്നത്തായ ഒരു ഹജ്ജ് നിർവഹിക്കാൻ 500 കിലോമീറ്റർ എങ്ങാനും നടന്നുപോയി തിരിച്ചു വരുന്നതിനിടക്ക് മദീനയിലെത്താതെ മരിച്ചുപോയാൽ മൻ ശാഅ, ആർക്കെങ്കിലും മൻ ഹബ്ബ അൻ യമൂത ബിൽ മദീനതി ഫൽയമുത് ബിഹാ, ആർക്കെങ്കിലും മദീനയിൽ മരണമടയാൻ കൊതിയുണ്ടെങ്കിൽ അവർ മദീനയിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയോടൊപ്പം കടക്കാൻ കഴിയില്ലല്ലോ, തിരുനബി കിടക്കുന്ന മണ്ണിൽ നബി തങ്ങളുടെ അരികത്ത് കിടക്കാൻ സാധ്യമല്ലല്ലോ എന്നാലോചിച്ച് ജീവിതത്തിന്റെ ഫർളായ ഒരു ഹജ്ജല്ലാതെ മറ്റൊന്നും നിർവഹിക്കാതെ മദീനയിൽ ചെരുപ്പ് ധരിക്കാതെ ജീവിച്ച മഹാനാണ് മാലിക്കി മദ്ഹബിന്റെ ഇമാമും ആലിമു മദീന, മദീന കണ്ട ലോകം കണ്ട പ്രഗൽഭനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. 100ഓളം സ്വഹാബിമാരെ കണ്ട മഹാൻ. കൂലി കിട്ടാൻ വരണ്ട, അത് സ്വാർത്ഥതയാണ്. കൂലി അക്സായിലാണെങ്കിൽ മക്കി മദീന വിട്ട് അക്സായി കൂടൂല ആൾക്കാര്. 3 ലക്ഷം കൂലി എവിടെയാണെന്ന് പറഞ്ഞാൽ അതിന് വരണ്ട. എന്റെ നബിയോട് സ്നേഹം ഇങ്ങോട്ട് വാ. ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസ്വീറത്ത് തോ സലാമത്ത് ഹൈ, മദീന ഹംനെ ദേഖാ ഹൈ मगर ना दीदा ना दीदा, मदीना जाके हम समझे तक़द्दुस किसको कहते हैं, हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा. കണ്ണിന്റെ കാഴ്ച പോയെങ്കിൽ എന്താ, മനസ്സിന്റെ കാഴ്ച പോയിട്ടില്ലല്ലോ. മനസ്സിനാണ് കാഴ്ച വേണ്ടത്. അതൊരു അർത്ഥമുള്ള വാക്കാണ്. അത് പറഞ്ഞതൊരു കനേഡിയൻ ന്യൂ മുസ്ലിം ഉണ്ട്. അടുത്ത കാലം നല്ല അദ്ദേഹം മുസ്ലിം ആയത് 1996-ലാണ്. അബ്ദുൽ മാലിക് ക്ലെയർ, അബൂ ഹഫ്സ അബ്ദുൽ മാലിക് ക്ലെയർ, ടൊറാന്റോയിൽ ജോലി ചെയ്ത ലോകം കണ്ട പ്രഗൽഭനായ റസ്ലർ, കണ്ണു കാണാത്ത റസ്ലിംഗ് ചെയ്തിട്ടുള്ള വലിയ റസ്ലർ, കനേഡിയനാണ് ബൈ ബർത്ത്. ബൈ ഒറിജിൻ അദ്ദേഹം എത്നിക്കലി ഐറിഷാണ്, അയർലൻഡുകാരനാണ്. അദ്ദേഹത്തിന് കണ്ണു കാണൂല. അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കഥ പറയുന്ന ഒരു യൂട്യൂബ് ലിങ്ക് കാണും. എ ജേർണി നോട്ട് ലൈക്ക് എനി അതർ ജേർണി, മറ്റൊരു യാത്രയും പോലെയല്ലാത്ത ഒരു വിചിത്രമായ യാത്ര, ഇസ്ലാമിലേക്കുള്ള തന്റെ യാത്ര. കണ്ണു കാണാത്ത ഈ റസ്ലർ അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആൻ ഞാൻ പഠിച്ചു. അപ്പൊ എൻ്റെ ഉമ്മ എന്നോട് വളരെ
ദേഷ്യത്തിൽ പെരുമാറാറുണ്ടായിരുന്നു എൻ്റെ വല്യമ്മയും. അദ്ദേഹം എൻ്റെ വല്യമ്മാനെനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര തമാശയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഭയങ്കര ഹ്യൂമറസാണ്. ഇംഗ്ലീഷ് അറിയുന്നവരൊക്കെ വെറുതെ ഒന്ന് കണ്ടു നോക്കുക സമയം കിട്ടുകയാണെങ്കിൽ. അദ്ദേഹം പറയും, എൻ്റെ ഉമ്മ എനിക്ക് വല്യമ്മാനെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വല്യമ്മയോട് ചോദിച്ചു, വല്യമ്മ എന്താ നിങ്ങൾ, വൈ ഡു യു ട്രീറ്റ് മീ സോ ഹാർഷ്ലി, എന്താ നിങ്ങൾ എന്നോട് ഭയങ്കര ദേഷ്യമായിട്ട് പെരുമാറുന്നത്? അപ്പോൾ പറഞ്ഞു, don't you know that you born without eyesight, so everything that you do should be perfect. If I'm tough with you and the world is tough, you will be ready. If I'm tough with you and the world is not, you will be grateful. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉമ്മയുടെ അനുഭവം പറയുന്നുണ്ട്, വളരെ രസകരമായ അനുഭവം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നോട് എപ്പോഴും പറയാറുള്ളത്, നിനക്ക് കണ്ണ് കാണില്ല എന്ന വിവരം, കണ്ണിന് കാഴ്ചയില്ല എന്ന് നിനക്ക് ഓർമ്മയില്ലേ? അതുകൊണ്ട് നീ ചെയ്യുന്നതൊക്കെ ശരിക്ക് ചെയ്യണം, എന്നാലേ നിനക്ക് ലോകത്ത് അതിജയിക്കാൻ കഴിയൂ. അദ്ദേഹം ഖുർആൻ പഠിച്ച പറഞ്ഞു, എൻ്റെ ഉമ്മ പറഞ്ഞത് സത്യമായിരുന്നു. ഖുർആൻ അന്ധൻ എന്നല്ല ഖുർആൻ പറയുന്നത്, കണ്ണ് കാണാത്തവർക്കും അകത്തിൻ്റെ കാഴ്ചയുണ്ടല്ലോ. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. തീർച്ചയായും കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത് ഹൃദയങ്ങൾക്കാണ്. فإنها لا تعمى الأبصار. കണ്ണിന്റെ കാഴ്ച പോയാൽ എന്താണ്? മനസ്സിന് കാഴ്ചയുണ്ടെങ്കിൽ. പറഞ്ഞു, എൻ്റെ ഉമ്മ പറഞ്ഞു സത്യമായിരുന്നു. Don't you know that you born without eyesight? ഉമ്മ പറയല്ലോ, you are not blind. ഈ കണ്ണുപൊട്ടണമൊന്നുമല്ല, you just can't see. നിനക്ക് കാണാൻ പറ്റൂല എന്നുള്ളൂ. അർത്ഥഗർഭമായ വാക്കാണ്. അന്ധൻ എന്ന് പറഞ്ഞത് കൽബ് മൂടിപ്പോകുമ്പോഴാണ്, കൽബ് കൊണ്ട് നോക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ്. അതാണ് ബസ്വാറത്ത്, കണ്ണിന്റെ കാഴ്ച. ബസീറത്ത്, ഹൃദയത്തിന്റെ കാഴ്ച. ഇഖ്ബാൽ അതാണ് ഈ പാടുന്നത്. ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസീറത്ത് തോ സലാമത്ത് ഹൈ, മദീന ഹംനെ ദേഖാ ഹൈ മഗർ നാദീദ. കണ്ണിന്റെ കാഴ്ചയില്ലെങ്കിൽ എന്താണ്? ഹൃദയത്തിന്റെ കാഴ്ച കൊണ്ട് ഞാൻ കണ്ടു മദീന. നാദീദ, അത് മുഖത്തെ കണ്ണുകൊണ്ട് കണ്ടതല്ല, ഹൃദയത്തിന്റെ കൽബ് കൊണ്ട് ഞാനൊന്ന് കണ്ടു. മദീന ജാകെ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹത്തെ ഹൈ. എന്താണ് പരിപാവനത്വമെന്ന്, എന്താണ് ശുദ്ധതയെന്ന്, എന്താണ് പുണ്യമെന്ന് മദീനയിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഹവാ പാകീസ പാകീസ, മദീനയുടെ കാറ്റ് ശുദ്ധമായ കാറ്റാണ്. ഫിസ സഞ്ജീദ സഞ്ജീദ, മദീനയുടെ അന്തരീക്ഷം എപ്പോഴും ശാന്തമാണ്. സഞ്ജീദ, സഞ്ജീദ്ഗി ശാന്തി എന്നാണ്. സഞ്ജീദ ശാന്തമാണ്. നിഗാഹേ ഇഷ്ഖ് മസ്തി മേ വഹി അവൽ വഹി ആഖിർ, വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി ത്വാഹ വഹി യാസീൻ. ഇതുപോലുള്ള ഒരു റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. മദീനയിലേക്ക് വന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറത്തിലാണെങ്കിൽ തന്നെയും ഹിജ്റ നടന്നത് മുഹറത്തിലല്ല, ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. ഹബീബിനെ കാത്തിരിക്കുകയാണ് മദീന. ദഫ് മുട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ് മദീന. അവിടെ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, ദഫ് പിടിച്ചിരിക്കുന്നു. ചില ആളുകളെല്ലാം ദഫ് മുട്ടാൻ നേർച്ചയാക്കി. നബി വരുമ്പോൾ ദഫ് മുട്ടണമെന്ന് നേർച്ച ചെയ്തു. അങ്ങനെ ദഫ് മുട്ടാൻ നേർച്ചയാക്കിയിരുന്ന ഒരു കിളവിയായ ഒരു പെണ്ണ്, നല്ല പ്രായമുള്ള ഒരു ഉമ്മ, നബി തങ്ങൾ മദീനയിലേക്ക് വന്നു കഴിഞ്ഞതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നബിയെ കാണാൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി നദർതു അൻ അദ്രിബ ദഫ്, നിങ്ങൾക്ക് വേണ്ടി ദഫിൽ മുട്ടാൻ ഞാൻ നേർച്ച ചെയ്തിരുന്നു നബിയേ. അങ്ങ് മദീനയിലേക്ക് വന്നപ്പോൾ ഞാൻ രോഗിയായി കിടപ്പായിരുന്നു നബിയേ. അങ്ങനെ എനിക്കൊരു നേർച്ചക്കടമുണ്ട്, ഞാൻ എന്തു ചെയ്യണം? നബി പറഞ്ഞു, ഞാനിങ്ങനെ ഇരുന്ന് തന്നാൽ മതിയോ? മതി നബിയെ, എന്നാൽ നിങ്ങൾ ആ നേർച്ചക്കടം വീട്ടിക്കോളൂ.
നേർച്ചക്കടം വീട്ടാത്ത പ്രയാസം നിങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് മുട്ടിക്കോളൂ എന്ന് നബി കയ്യും കെട്ടി ഇരുന്നു കൊടുത്തു. ഫഖാലത്ത് അബിയാത്തിൻ, ഏതാനും ചില വരികൾ നബിയെ പുകഴ്ത്തിക്കൊണ്ട് ആ ഉമ്മ പാടുകയാണ്. എന്നിട്ട് വൃദ്ധയായ ആ ഉമ്മ ദഫിൽ മുട്ടിക്കൊണ്ട് ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തി എന്ന് കേൾക്കുമ്പോഴാണ് റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങളിലും ഈ പരിശുദ്ധ മാസത്തിലും ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തി നമ്മുടെ കൊച്ചുമക്കൾ ദഫ് മുട്ടിപ്പോകുന്ന പോക്ക് ആരംഭിച്ചത് അങ്ങകലെ മദീനയിൽ നിന്നാണ്. റബീഉൽ അവ്വലിൽ അവിടുന്ന് കടന്നു വരുമ്പോൾ മദീനക്കാർ സയ്യനൂ ബുയൂതഹും, മദീനക്കാരുടെ വീടുകളെല്ലാം അലങ്കരിച്ചിരുന്നു. ഉലമാ പറയാ, നിങ്ങൾക്ക് വീടിനെ അലങ്കരിക്കാൻ കൊതിയുണ്ടെങ്കിൽ റമളാനിൽ ചെയ്യുന്ന പോലെ അതേപോലെ നിങ്ങൾക്ക് റബീഉൽ അവ്വലിലും വീടുകൾ അലങ്കരിക്കാം. അൻസ്വാരികൾ ചെയ്തത് റബീഉൽ അവ്വലിലാണ്. ഹബീബ് കടന്നു വരികയല്ലയോ. മക്കയോട് യാത്ര പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാക്കുകളുണ്ട്. യാ മക്ക, അല്ലയോ മക്ക നഗരമേ, ഇന്നകി അഹബ്ബുൽ ബിലാദി ഇലയ്യ, എനിക്ക് എല്ലാ നാടുകളിൽ വെച്ചും ഏറ്റവും ഇഷ്ടമായ മണ്ണ് മക്ക നീയാണ്, മക്ക നീയാണ്, മക്ക നഗരമേ. ലൗലാ അന്ന ഖൗമകി അഖ്റജൂനി, നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മാ ഖറജതു, മക്ക വിട്ട് ഞാൻ പുറത്തു പോകുമായിരുന്നില്ല. 53 കൊല്ലം താമസിച്ചൊരു മണ്ണിനോട് യാത്ര പറയാം. മക്കയിലെ കുന്നുകളെ നോക്കി, പരിശുദ്ധമായ കഅബാലയത്തെ നോക്കി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അല്ലാഹുവേ, ഖറജതു മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു നാട്ടിൽ നിന്നാണ് അല്ലാഹ് ഞാൻ ഇറങ്ങി വരുന്നത്. ഫഅദ്ഖിൽനി അഹബ്ബൽ ബിലാദി ഇലൈക, നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിലേക്ക് നീ എന്നെ വഴി നടത്തേണമേ. ഞാൻ പോരുന്നത് എനിക്കിഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ്, നീ എന്നെ കൊണ്ടാക്കി തരേണ്ടത് അല്ലാഹുവേ നിനക്കിഷ്ടപ്പെട്ട ഒരു നാട്ടിലേക്കാണ്. അതായിരുന്നു മദീന. 200 വർഷങ്ങൾക്ക് മുമ്പ്, തിരുനബി ജനിക്കുന്നതിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പ് മദീന ആക്രമിക്കാൻ വന്നു ഒരു യമൻ രാജാവ്. യമനിയായ രാജാവ് മദീന ആക്രമിക്കാൻ വേണ്ടി വന്നു. മദീനയുടെ പേരെന്ന് യസ്രിബ് എന്നാണ്. യസ്രിബ് മദീനയെ ആക്രമിക്കാൻ വന്നപ്പോൾ മദീനയെ കീഴടക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ മസീഹു ദജ്ജാൽ വന്നാൽ 40 ദിവസത്തിനുള്ളിൽ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലയിലേക്കും അവൻ എത്തുമെന്നും വലാ യദ്ഖുലു മക്കത വ ത്വയ്ബ, മക്കയിലേക്കും മദീനയിലേക്കും അവൻ കടന്നു വരികയില്ലെന്നും. ഫഇന്നഹാ മഹ്റൂസത്തുൻ, അത് അല്ലാഹുവിന്റെ മലക്കുകളാൽ കാവൽ നിൽക്കപ്പെടുന്ന പ്രദേശമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയെ ആക്രമിക്കാൻ പറ്റുന്നില്ല. 1-ാമത്തെ ദിവസം പരാജയപ്പെട്ട് പിന്മാറി. 2-ാമത്തെ ദിവസം പരാജയപ്പെട്ട് പിന്മാറി. 3-ാമത്തെ ദിവസമായപ്പോൾ മദീനക്കാരായ മുഴുവൻ വീട്ടുകാരും ക്ഷീണിച്ചു കഴിഞ്ഞ തളർന്ന പട്ടാളക്കാർക്ക് അവർക്ക് ഭക്ഷണം അവിടെ കിട്ടുമോ? റെസ്റ്റോറന്റുകളില്ലല്ലോ. മദീനക്കാരെന്ത് ചെയ്തെന്നറിയോ? ഇഷ്ടം പോലെ ഭക്ഷണം വെച്ചിട്ട് മദീനയുടെ അപ്പുറത്ത് തമ്പടിച്ചിരിക്കുന്ന ഈ സൈന്യത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അവരങ്ങ് അന്തം വിട്ടുപോയി. ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വന്ന ആളുകളല്ലേ, ഞങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം തരേ? ഇതെന്ത് നാട്ടുകാർ? ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വന്നതാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരികയോ? അവര് പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന കൂട്ടരല്ല, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് ഒരന്ത്യപ്രവാചകർ വരും. അള്ളാഹുവിന്റെ നബിമാർക്ക് മുഴുവനും അവസാനമായി വരുന്ന ഒരു നബിയുണ്ട്. ആ നബി വരുന്നത് ഈ നാട്ടിലാണ്. ആ നബിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യൂല. ആ നബി സമാധാനത്തിന്റെ ആളാണ്. ആ നബി ശാന്തിയുടെ ആളാണ്. ഞങ്ങൾ ഒരിക്കലും ഈ നാട്ടിൽ യുദ്ധം ചെയ്യൂല. രാജാവ് ചോദിച്ചു, നിങ്ങളുടെ വേദപണ്ഡിതന്മാരെ കൊണ്ടുവരിൻ. ജൂതന്മാരായ ആളുകൾ കൊണ്ടുവന്നു. ഈ പറയുന്ന വസ്തുത ശരിയാണോ? അവരുടെ കിതാബ് കാണിച്ചു കൊടുത്തു. നോക്കൂ ഈ വചനം. The Lord came on Sinai, he shined from Seri, he came forth from Mount Paran, he came with 10,000s of saints. From his right hand there went a fiery law.
ഇത് ഇന്ന് ബൈബിൾ പുസ്തകത്തിലുള്ള വാക്കാണ്. ഇതല്ല അന്ന് അവർ പറഞ്ഞു കൊടുത്തത്. യഹൂദികൾ അറബി കിതാബ പറഞ്ഞു കൊടുക്കുക അല്ലേ, ബൈബിളിൻ്റെ ഓൾ ടെസ്റ്റ്മെൻറ്റിൻ്റെ തൗറാത്തിൻ്റെ അറബ് പരിഭാഷ. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതായിരുന്നു: The Lord came on Sinai. അള്ളാഹുവിൻ്റെ പ്രകാശം അങ്ങ് സീനായിൽ പ്രത്യക്ഷമായി. Shined on സേരിയിൽ അത് വിളങ്ങി. He came forth from Mount Paran. ഒരിക്കലൂടെ പാറാൻ കുന്നുകളിൽ നിന്ന് ആ ദിവ്യപ്രഭ പുറത്തു വരുന്നു. He came with 10,000 of saints. 10,000 പരിശുദ്ധാത്മാക്കളായ സന്യാസിമാരോടുകൂടെ ആ പ്രവാചകൻ കടന്നു വരും. From his right hand there went a fiery law. ആ നബിയുടെ വലത് കൈയിൽ അഗ്നിമയമായ ഒരു നിയമപ്രമാണം ഉണ്ടായിരിക്കും. പാറാനിൽ വരുന്ന നബി ആരാണ്? അല്ലാഹുവിന്റെ പ്രകാശം സീനായിൽ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവിടെ വെച്ചാണ് മൂസ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകപ്പെടുന്നത്. സേരിയിൽ വിളങ്ങി എന്ന് പറഞ്ഞാൽ സേരിയിലാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാഈർ കുന്നുകളിലാണ് ബൈബിൾ നൽകപ്പെടുന്നത്, ഇഞ്ചീൽ നൽകപ്പെടുന്നത്. He came forth from Mount Paran. ഒരിക്കലൂടെ പാറാൻ കുന്നുകളിൽ നിന്ന് ആ ദിവ്യപ്രഭയിത പ്രജ്വലിക്കാൻ പോകുന്നു. ഏതാണ് ഈ പാറാൻ കുന്നുകൾ? യാ റബ്ബ് ദിൽ മുസ്ലിം കോ वो जिंदा तमन्ना दे जो कल्ब को गरमा दे और रूह को तड़पा दे महरूम तमाशा को फिर दीदे बीना दे देखा है जो कुछ मैंने औरों को भी दिखला दे एहसास अनायत कर आसार मुसीबत का इमरोज की सोरिश में अंदेशे फरदा दे फिर वादी पारान के हर जर्रे को चमका दे फिर ज़ौक़ तक़ाज़ा दे फिर शौक़ तमाशा दे. അല്ലാഹുവേ, പാറാനിന്റെ മണൽ തൈകളെ നീ പ്രശോഭിപ്പിക്കണമേ എന്ന് ഇഖ്ബാൽ പറഞ്ഞ പാറാൻ എവിടെയാണ്? പാറാനിൽ വരുന്ന നബി ആരാണ്? പാറാൻ എവിടെയാണെന്ന് പറയേണ്ടത് ചരിത്ര ഗവേഷകന്മാരാണ്. ലോക പ്രശസ്തനായ സർ വില്യം മ്യൂർ അദ്ദേഹം പറഞ്ഞു, പാറാൻ എന്ന് പറയുന്നത് മക്ക, തായിഫ്, യസ്രിബ്, മക്കയും മദീനയും തായിഫും നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് പറയുന്ന പേരാണ് ചരിത്രത്തിൽ പാറാൻ. फिर वादी पारान के हर जर्रे को चमका दे फिर ज़ौक़ तक़ाज़ा दे फिर शौक़ तमाशा दे इमरोज की सोरिश में अंदेशे फरदा दे देखा जो कुछ मैंने औरों को भी दिखला दे. പാറാൻ കുന്നുകളിൽ വരുന്ന നബി പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വരാൻ പോകുന്ന അന്ത്യ റസൂലിനെ സ്വീകരിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മദീനക്കാർ യമനി രാജാവിനോട് അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ മദീനയെ ഞാൻ ആക്രമിക്കൂല. അങ്ങനെ നിങ്ങളൊരു നബിയെ കാത്തിരിക്കുകയാണെങ്കിൽ ആ നബിയെ കാത്തിരിക്കാൻ ഞാനും ഒരുങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ നബി വരുന്ന കാലത്ത് എന്റെ വീട്ടിൽ താമസിക്കണം. ഞാനൊരു വീട് ഇവിടെ പണിയാൻ പോവാണ്. മദീനയിൽ അന്ന് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളില്ല, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള വീടുകളില്ല. യമൻ രാജാവ് ആദ്യമായി അങ്ങനെ ഒരു വീട് അവിടെ പണിയുകയാണ്. ആദ്യമായി മദീനയിൽ ഒരു തട്ടുള്ള വീട്. എത്ര കൊല്ലം മുമ്പ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പ്, 200 കൊല്ലങ്ങൾക്ക് മുമ്പ്, 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ വീട് മദീനക്കാർ കൈമാറി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വരുന്ന കാലം ആ വീടിന്റെ ഉടമസ്ഥാവകാശം മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനാണ്. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ മദീനയിലേക്ക് വരുന്ന ചരിത്രം ഒന്ന് ഓർത്തു നോക്കൂ. മദീനയിലേക്ക് വന്നപ്പോഴേക്കും എല്ലാവരും ദഫെടുത്ത് ഓടുകയായി, പാട്ട് പാടുകയായി. طلع البدر علينا
من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي നബിയേ സ്വാഗതം നബിയേ മദീനയിലേക്ക് സ്വാഗതം നബിയേ മദീനയിലേക്ക് സ്വാഗതം നബിയേ സനിയാത്തുൽ വദാഇൽ നിന്ന് ഉദിച്ചുയർന്ന പൂർണ്ണ ചന്ദ്രനെ തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ ആബാലവൃദ്ധം ജനങ്ങൾ ഹബീബിനെ സ്വീകരിച്ചത് ഇതുപോലെ റബീഉൽ അവ്വലിലായിരുന്നു നബിയേ എൻ്റെ വീട്ടിലേക്ക് വരണം നബിയേ അങ്ങ് എൻ്റെ വീട്ടിൽ താമസമാക്കണം എൻ്റെ പുരക്ക് വരണം നബിയേ എന്ന് ഓരോരുത്തരും ഹബീബിനെ വിളിച്ചപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇടപെട്ട് പറഞ്ഞു പോയത് How can a man choose when so many welcome? ഒരുപാട് ആളുകൾ വിളിച്ചാൽ എങ്ങനെയാ നബിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുക അതുകൊണ്ട് ദഊഹാ നബിയുടെ ഒട്ടകത്തെ അങ്ങ് വിട്ടേക്കണം ഫഇന്നഹാ മഅ്മൂറ നബിയുടെ ഒട്ടകം അല്ലാഹുവിനാൽ കൽപ്പിക്കപ്പെട്ട ഒട്ടകമാണ് ഈ ഒട്ടകം നിൽക്കുന്നത് അല്ലാഹു പറയുന്നിടത്താണ് നിൽക്കുന്നത് ഒട്ടകത്തെ വിട്ടേക്കണം ആ ഒട്ടകത്തിന്റെ കയറതിന്റെ തോളിലേക്ക് വിട്ടപ്പോൾ അത് നടന്നു മിണ്ടാ പ്രാണിയായ അഷ്റഫുൽ ഖൽഖിന്റെ ഒട്ടകം നടന്ന് 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 മുട്ടുകുത്തുന്ന സ്ഥലത്ത് ഹബീബ് താമസിക്കുമെന്ന് പറഞ്ഞു ആ ഒട്ടകം മുട്ടുകുത്തിയതാകട്ടെ മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിലല്ലേ ആ വീടായിരുന്നു 200 കൊല്ലങ്ങൾക്ക് മുമ്പ് യമനി രാജാവ് നബിക്ക് വേണ്ടി പണി കഴിച്ചു പോയത് എന്റെ വീട്ടിൽ ആ നബി താമസിക്കണമെന്ന് പറഞ്ഞ് മദീനയെ ആക്രമിക്കാതെ പോയ ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി അന്തിയുറങ്ങുന്നത് ആ രാജാവ് പണിതി വെച്ച വീട്ടിലാണ് ഇത് യാദൃച്ഛികതയല്ല അല്ലാഹു ഒരുക്കിയായിരുന്നു അല്ലാഹു നബിയെ ഇവിടെ താമസിപ്പിക്കണമെന്ന് അല്ലാഹു ഒരുക്കി വെക്കുകയായിരുന്നു 53 വർഷമാണ് അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ ജീവിച്ചതെങ്കിൽ ശേഷിച്ച 10 വർഷവും ഇനി ഖിയാമത്ത് നാൾ വരെ നബി കിടക്കുന്നത് മദീനയിൽ അത് മാത്രമല്ല അത്ഭുതം ജനിക്കുമ്പോൾ പിതാവിനെ കാണാതെ ജനിച്ച മോനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്ന ബഹുമാനപ്പെട്ടവർ കുഞ്ഞുമോൻ അഷ്റഫുൽ ഖൽഖിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും മരിച്ചുപോയി ആ മരിച്ചതിന്റെ അത്ഭുതം മക്കയിലുള്ള അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ഗസ്സ വരെ ഫലസ്തീനിലെ ഇന്നത്തെ ഫലസ്തീനിലെ ഗസ്സ വരെ കൊണ്ടുപോയി ഗസ്സയിലെ അബ്ദുൽ മുത്തലിബിന്റെ ബന്ധുക്കളെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് മദീനയിലെത്തിയപ്പോഴല്ലയോ ബഹുമാനപ്പെട്ടവർക്ക് രോഗം ബാധിച്ചത് നബിയുടെ ഉപ്പ വഫാത്താകുന്നത് മദീനയിലാണ് മക്കയിലുള്ള ആളെ ഇവിടെ മൂവഞ്ചേരിയിലെ ആളെ തിരുവനന്തപുരത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സാഹസം നോക്കണം എന്നിട്ട് അവിടെയാണ് നബിയുടെ ഉപ്പ മദീനയിലല്ലയോ മരണപ്പെട്ട് കിടക്കുന്നത് മദീനയിലാണ് നബിയുടെ ഉമ്മയോ ആമിന ബീവി റളിയല്ലാഹു അൻഹ നബിക്ക് 6 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ നബിയുടെ ഉമ്മയാണ് ആമിന ബിൻതു വഹബ് റളിയല്ലാഹു അൻഹാ മഹദി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നബിയെയും കൈപിടിച്ച് മദീനയിലെ ബന്ധുക്കളെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ അബവായിലെത്തിയപ്പോഴല്ലേ ആമിന ബീവിക്ക് പനി വന്നത് അബവായിലല്ലേ ആമിന ബീവി മരിച്ചു കിടക്കുന്നത് അബവാ എവിടെയാണ് മക്കയിൽ നിന്ന് 500 കിലോമീറ്റർ ഇപ്പുറം മദീന ഉമ്മ കിടക്കുന്നത് മദീനയിലാണ് ഉപ്പ കിടക്കുന്നത് മദീനയിലാണ് പൊന്നുമോൻ ലോകത്തിന്റെ ഗുരു കിടക്കുന്നതും മദീനയിലാണ് ആ നബിക്ക് താമസിക്കാൻ വീടൊരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാഹു ആ വീടായിരുന്നു അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു നോക്കി വന്നത് ആ വീടിന്റെ മുമ്പിലാണ് നബിയുടെ ഒട്ടകം മുട്ടുകുത്തുന്നത് ചരിത്രത്തിന്റെ അത്ഭുതങ്ങളല്ലേ ഉമ്മയും വാപ്പയും മോനും കിടക്കുന്നത് ഒരേ സ്ഥലത്ത് മദീനയിൽ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ സമയം, മദീനയിലേക്ക് കടന്നു വന്ന അന്ന് മനുഷ്യരോട്, സത്യവിശ്വാസികളോട് പറഞ്ഞ വാക്കുകൾ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദ്യം നബി പറഞ്ഞ വാക്കെന്തായിരുന്നു? ആദ്യം പറഞ്ഞ ഹദീസ് ഏതാണ്? മദീനയിലേക്ക് വന്ന ഉടനെ ആദ്യം പറഞ്ഞ ഹദീസ് عن عبد الله بن سلام رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹി ബിൻ സലാം, സലാം എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ബിൻ സലാം എന്നും വായിക്കപ്പെടാറുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യാണ്. നബി പറഞ്ഞെന്താണെന്നറിയോ? ആദ്യം പറഞ്ഞ വാക്കുകൾ 4 കാര്യങ്ങളാണ്, 4 വിഷയം. ഒന്ന്, അഫ്ശുസ്സലാം, അത്ഇമുത് തുആം, സിലുൽ അർഹാം, സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ഒന്ന്, അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കണേ. 2, അത്ഇമുത് തുആം, ഭക്ഷണം കൊടുക്കണമേ. 3, സ്വലുൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ചേർത്തേണമേ, പിണങ്ങരുതേ. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണമേ. ഇത് നിങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗ്ഗത്തിലേക്ക് സലാമായി രക്ഷയോടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം. തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗ്ഗത്തിന്റെ പേരാണെന്ത്? ദാറുസ്സലാം. ദാറുസ്സലാം സ്വർഗ്ഗത്തിന്റെ പേരാണ്. അല്ലാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണെന്ത്? അസ്സലാം. അതുകൊണ്ടാ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. അല്ലാഹു അസ്സലാമാണ്. അല്ലാഹു ഒരുക്കി വെച്ച വീടിന്റെ പേര് ദാറുസ്സലാം. സ്വർഗത്തിലേക്ക് എല്ലാവരും കടന്നു ചെന്നാൽ ആദ്യം കേൾക്കുന്ന വാക്ക്, അല്ലാഹു പറയുന്ന വാക്കെന്താണ്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സൂറത്ത് യാസീൻ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. പരലോകത്ത് സത്യവിശ്വാസികൾ അല്ലാഹുവിൽ നിന്ന് കേൾക്കുന്ന ആദ്യത്തെ വാക്ക് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ. മലക്കുകൾ സ്വർഗത്തിലേക്ക് വന്ന സത്യവിശ്വാസികളോട്, സത്യവിശ്വാസിനികളോട് ആദ്യമായി പറയുന്ന വാക്കെന്താണ്? സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. جنات عدن يدخلونها ومن صلح من آبائهم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. جنات عدن, അതിനെന്ന ജന്നത്ത് സ്വർഗ്ഗങ്ങളിലേക്ക് യദ്ഖുലൂനഹാ, സത്യവിശ്വാസികൾ കടക്കാൻ പോകുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങൾ അതിൽ പെടുത്തണേ അല്ലാഹ്. വമൻ സ്വലഹ മിൻ ആബാഇഹിം, ആ വിശ്വാസികളുടെ നല്ല വാപ്പമാരും, നല്ല വാപ്പാര്. വമൻ സ്വലഹ, വാപ്പ കള്ളൂടിയും ചീട്ടിലേക്കിട്ട് നടക്കുകയാണ്. വാപ്പ വട്ടിപ്പലിശന്റെ ഏർപ്പാടാ, പോകൂലട്ടോ. എല്ലാ വാപ്പാരും നല്ല പറയണത്. വമൻ സ്വലഹ മിൻ ആബാഇഹിം, നല്ല നിലക്ക് ജീവിച്ച വാപ്പയും ഉമ്മയും മുഅ്മിനീങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിലുണ്ട്. വഅസ്വാജിഹിം, നല്ല നിലക്ക് ജീവിച്ച ഭാര്യ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഭർത്താവാണ്, പക്ഷേ മോശപ്പെട്ടത് ചെയ്ത് ജീവിക്കുന്ന പെണ്ണാണ്, പോകില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണ്, ഭർത്താവ് കള്ളുകുടിയനാണ്, പോകില്ല കേട്ടോ. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, മക്കളിലും നല്ലവർ. വാപ്പ ഏതു നേരം പള്ളിയിലാണ്, പള്ളിയുടെ പരിപാലനവുമായി പള്ളിക്ക് വേണ്ട ഉത്സാഹപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ.
മകൻ ജനിച്ചിട്ട് ആ വഴിക്ക് പോയിട്ടില്ല, അങ്ങനത്തെ മക്കൾക്കും കിട്ടൂല. സ്വാലിഹീങ്ങളായി നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച വാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും സ്വർഗത്തിലാണ്. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലിലൂടെയും മാലാഖമാർ വന്ന് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ രക്ഷയാണ് കേട്ടോ, ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഇവിടെ ഒരു ബലാത്കാരമായി നിങ്ങളോട് ആരും പെരുമാറാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് അക്രമം പേടിക്കേണ്ടതില്ല. ഇത് നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ സ്വർഗമാണ്. ബിമാ സബർതും, നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചവരല്ലയോ? ഒരുപാട് ക്ഷമിച്ചിട്ടില്ലേ ലോകത്ത്? ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറേ ക്ഷമിക്കേണ്ടി വരും. നന്മ ചെയ്യാൻ ക്ഷമിക്കേണ്ടി വരും, ഒരു തിന്മ ചെയ്യാതിരിക്കാനും ക്ഷമിക്കണം. ഭയങ്കര പ്രശ്നമാണത്. തിന്മ ചെയ്യാതിരിക്കാൻ നന്നായി ക്ഷമിക്കേണ്ടി വരും. അതാ മലക്കുകൾ പറയാം, സലാമുൻ അലൈക്കും ബിമാ സബർതും. എല്ലാ വാതിലൂടെ കടന്നു വരുമ്പോഴും മലക്കുകൾ പറയുന്ന വാക്ക് നിങ്ങൾക്ക് രക്ഷയാണ്, നിങ്ങൾക്ക് സലാമാണ്. കുട്ടികൾ മരിച്ചാൽ ആ കുട്ടികൾ എല്ലാ വാതിലൂടെയും വന്ന് ഇങ്ങനെ സലാം പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ തങ്ങളുടെ പള്ളിയിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരുന്ന ഒരു വാപ്പയുണ്ട്. ആ വാപ്പ കുട്ടിയേറ്റ പള്ളിയിലേക്ക് വരുള്ളൂ, കുട്ടിയെ കൊണ്ടുവരും എപ്പോഴും. ആ കുട്ടിയാണെങ്കിലോ വാപ്പയുടെ തോളിലൂടെ കളിച്ച് മടിയിലേക്ക് തലകുത്തി വീണ് വാപ്പയുടെ തോള് പിടിച്ച് കളിക്കുന്ന ഒരേ ഒരു മകൻ ആ വാപ്പക്കുണ്ടായ ഒരു മോന് എപ്പോഴും കൊണ്ടുവരും പള്ളിയിലേക്ക്. തങ്ങളിങ്ങനെ നോക്കി ചിരിക്കും. പാപ്പയും കുട്ടിയും കളിക്കുന്നത് കണ്ടിട്ട് അത്രക്ക് സ്നേഹം മോനോട്. ആകെ ഒരു കുട്ടിയാണ്, കാലങ്ങൾ കഴിഞ്ഞുണ്ടായ കുട്ടിയാണ്. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ വാപ്പയെ കാണുന്നില്ല. നബി ചോദിച്ചു, ഐന ഫുലാൻ, എവിടെയാണ് നമ്മുടെ സഹോദരൻ? ആ കുട്ടിയുമായി കളിക്കാൻ വന്നിരുന്ന കുട്ടി ദേഹത്ത് കളിക്കാൻ, കുട്ടിയെ കളിപ്പിക്കാൻ കൊണ്ടുവരല്ല, പക്ഷെ കുട്ടി കളിക്കും. ആ കുട്ടി ഇല്ലാതെ എവിടേക്കും പോകൂല, എങ്ങോട്ട് വേണമെങ്കിലും കുട്ടി വേണം. അങ്ങനെ കുട്ടിയെ കൊണ്ടുവരാറുള്ള ആൾ എവിടെ പോയി? കാണുന്നില്ലല്ലോ. സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, മാത ഇബ്നുഹു യാ റസൂലല്ലാഹ്, ആ പൊന്നുമോൻ മരിച്ചുപോയി നബിയേ. അതിൽ പിന്നെ അയാൾ പള്ളിയിൽ വരാറില്ല നബിയേ, നിസ്കാരമൊക്കെ വീട്ടിലാണ്, പുറത്തിറങ്ങാറില്ല, സങ്കടപ്പെട്ടിട്ട്. ആ പൊന്നുമോൻ മരിച്ചുപോയി നബിയേ. തങ്ങൾ ചോദിച്ചു, ഫഹല്ലാ അഖ്ബർതുമൂനി, നിങ്ങൾ എന്താണ് എന്നോട് പറയാതിരുന്നത്? എനിക്കവിടെ വരെ പോകണം, എനിക്കവിടം വരെ പോകണം. എന്നിട്ട് ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് നടന്നുപോയി കാരുണ്യത്തിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, യാ ഫുലാൻ, എന്റെ പൊന്നു സഹോദര, നിങ്ങളുടെ മോൻ മരിച്ചു പോയതിൽ ഞങ്ങൾക്കും ഖേദമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മോൻ നിങ്ങൾ ജീവിച്ച അത്രയും പ്രായം ഭൂമിയിൽ ജീവിക്കലാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല, നാളെ നിങ്ങൾ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ആ സ്വർഗത്തിന്റെ ഏത് വാതിൽ നിങ്ങൾ തുറന്നാലും ആ പൊന്നുമോൻ വാപ്പാ ഉമ്മ എന്ന് വിളിച്ച് നിങ്ങൾക്ക് വാതിൽ തുറന്നു തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഏതാ വേണ്ടത്? നബിയേ, എന്റെ മോനെ സ്വർഗത്തിൽ കാണാനാണ് നബിയേ എനിക്ക് ആഗ്രഹം. എന്നാൽ ഫസ്ബിർ, നിങ്ങൾ ക്ഷമിച്ചു കൊള്ളണം കേട്ടോ. സബർതു യാ റസൂലല്ലാഹ്, ഞാൻ ക്ഷമിച്ചു നബിയേ, ഞാൻ ക്ഷമിച്ചു എന്ന് ആ പറയാൻ മുന്നോട്ട് വന്നപ്പോ ഹബീബിന്റെ മറുപടി, ആ കുഞ്ഞ് എല്ലാ വാതിലിലൂടെയും നിങ്ങളെ കാണാൻ വരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആലോചിക്കുമ്പോൾ കുട്ടികൾ മരിച്ചു പോകുന്നൊരു സങ്കടമാണ്, വിഷമാണ്. പക്ഷേ ക്ഷമിക്കണം. സങ്കടം വരും, വിഷമൊക്കെ വരും. പക്ഷെ എൻ്റെ പടച്ചോൻ അങ്ങനെ ചെയ്തല്ലോ, എൻ്റെ കുട്ടിയെ കൊണ്ടുപോയല്ലോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ലേ, ഒന്നും പറയരുത്. അള്ളാഹു കൊണ്ടുപോയി, അള്ളാഹു തന്നതാണ്. എൻ്റെ കുട്ടി നാളെ സ്വർഗത്തിൽ എന്നെ കൂട്ടായിട്ട് വരും, എന്നെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കാൻ എന്ന് ചിന്തിച്ചാൽ എത്ര വലിയ കൂലിയാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ആയുസ്സോടുകൂടി ആഫിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകളും വരും. വൽമലായികതു യദ്ഖുലൂന മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലൂടെയും മാലാഖമാർ വരും. മാലാഖമാർ പറയുന്ന വാക്കെന്താണ്? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയാണ്.
അല്ലാഹു പറയുന്ന വാക്കെന്താണ്? സലാമുൻ അലൈക്കും. മലക്കുകൾ പറയുന്നത് സലാമുൻ അലൈക്കും. സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം, അള്ളാന്റെ പേര് അസ്സലാം. ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആദ്യം പറഞ്ഞത്? അഫ്ഷുസ്സലാം, അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിച്ചോളൂ. ഇതൊന്നുമല്ല അത്ഭുതം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയുടെ പേരും അബ്ദുല്ലാഹി ഇബ്നു സലാം. എന്തൊരു അത്ഭുതം! ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു സലാം. പറഞ്ഞത് സലാം പ്രചരിപ്പിക്കാൻ, പോകുന്നത് ദാറുസ്സലാമിലേക്ക്. ബിസലാം, സലാമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും, സുരക്ഷിതമായി കടക്കാൻ പറ്റും എന്ന് പറഞ്ഞ മദീനക്കാരോട്, ലോക മുസ്ലിമീങ്ങളോട്, റബീഉൽ അവ്വലിന്റെ ആ നാളിൽ ലോക മുസ്ലിമീങ്ങളോട് റസൂല് പറഞ്ഞ കാര്യം അഫ്ഷുസ്സലാം, സലാം പ്രചരിപ്പിക്കണം. അതിന് ഒന്നിലേറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഒരർത്ഥമാണ് അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണം. മറ്റൊരർത്ഥമാണ് നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കണം. സലാം, സമാധാനം, പീസ്, പീസ്, ട്രാങ്ക്വിലിറ്റി. നിങ്ങൾ സമാധാനവും ശാന്തിയും പ്രചരിപ്പിക്കണം. മറ്റൊരർത്ഥമാണ് നിങ്ങൾ മുഖപ്രസന്നതയുള്ള ആളുകളായിട്ട് ജീവിക്കണം. എപ്പോഴും സമാധാനം, നിങ്ങളെ കണ്ട സമാധാനം തോന്നണം. ഇവൻ ആള് കുഴപ്പക്കാരനാണല്ലോ, ഇത് തോന്നരുത്. കുഴപ്പക്കാരനാണെന്ന് തോന്നരുത്. സമാധാനം കൊടുക്കും. കുഴപ്പമുണ്ടാക്കാൻ എത്രങ്ങാൻ ആളുകളുണ്ട് ഇവിടെ, സമാധാനം കൊടുക്കാൻ ആളില്ലാത്തത്. മുസ്ലിമായ ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് മോശപ്പെട്ട വാക്കുകൾ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടാവില്ല. പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് വരും, രേഖപ്പെടുത്തിയില്ല എന്ന് വരും. വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. അനാവശ്യമായ വർത്തമാനങ്ങൾ, അനാവശ്യമായ പദപ്രയോഗങ്ങൾ മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അഫ്ഷുസ്സലാം, സമാധാനമാണ് നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. ശാന്തിയുടെ വാക്കുകളാണ് നിങ്ങൾ പറയേണ്ടത്. വാക്കുകൾ പറയുന്നതിന്റെ മുമ്പേ ശ്രദ്ധിക്കണം. അഫ്ഷുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ മുസ്ലിമീങ്ങളെ എന്ന് ആദ്യമായി മദീനയിലേക്ക് കടന്നു വന്ന അന്നത്തെ ദിവസം നബി തങ്ങൾ പറഞ്ഞ ആദ്യത്തെ വാക്കതാണ് അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കിൻ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അസ്സലാമു അലൈക്കും. ഞാനും പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ, ഇനി കഴിയുമ്പോഴും പറയും അസ്സലാമു അലൈക്കും. നിങ്ങൾ വഅലൈക്കും അസ്സലാം എന്നും പറഞ്ഞു. എന്തേ പറഞ്ഞതിനർത്ഥം? എന്നിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഞാൻ നിങ്ങളെപ്പറ്റി കുറ്റം പറയില്ല, ഞാൻ നിങ്ങളെപ്പറ്റി ഗീബത്തും നമീമത്തും പറയില്ല. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വാലേക്കും മതി എന്നാ ഉസ്താദ്, ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങളെപ്പറ്റി ഗീബത്തും നമീമത്തും ഞങ്ങളും പറയില്ല, ഞങ്ങളത് സുരക്ഷിതരാണ്. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവിടെ ഗീബത്തും നമീമത്തും ഉണ്ടാവുക? പിന്നെ എങ്ങനെ നമുക്ക് പരസ്പരം തെറ്റാനും പിണങ്ങാനും കഴിയുക? ഉണ്ടാവരുത്. അസ്സലാമു അലൈക്കും. ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞാൽ അവർക്ക് സെക്യൂരിറ്റി കൊടുത്തു, സുരക്ഷിതത്വം കൊടുത്തു, സുരക്ഷിതത്വമാണ്. അഫ്ഷുസ്സലാം, സലാം പ്രചരിപ്പിക്കണേ. തസ്ലീമുൽ ഖാസ്, സ്വന്തം ആളുകൾക്ക് മാത്രം സലാം പറയുന്നത്, സ്വന്തക്കാരോട് മാത്രം സലാം പറയുന്നത്, തന്റെ ആളുകളല്ലാത്തവരോട് സലാം പറയാതിരിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇന്ന മിൻ അമാറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളുണ്ട്. തസ്ലീമുൽ ഖാസ്, തനിക്ക് പരിചയമുള്ള ആളുകളോടല്ലാതെ മറ്റാരോടും മുസ്ലിമാണെന്നറിഞ്ഞാൽ സലാം പറയാതിരിക്കുന്നത്. മിണ്ടാതെ കഴിയുന്ന ഒരാൾ തന്റെ കൂട്ടുകാരനോട് ചെന്ന് മിണ്ടേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഖൈറുക്കും മൻ ബദഅ ബിസ്സലാം, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആദ്യമായി സലാം പറയുന്നവരാണ്. ആദ്യമായി സലാം പറയുന്നവർ. പെണ്ണുങ്ങളെ തെറ്റി പിണങ്ങി നിൽക്കുന്നവർ നന്നായിക്കോളിൻ. ആണുങ്ങളെ, പുരുഷന്മാരെ, സഹോദരന്മാരെ, പിണങ്ങിയവർ നന്നായിക്കോളൂ. എത്ര കാലമാണ് മനസ്സിൽ ദേഷ്യം കൊണ്ട് നടക്കുക? എത്ര കാലമാണ് അസൂയയും വൈരാഗ്യം കൊണ്ട് നടക്കുന്നത്? അങ്ങനെ ദേഷ്യപ്പെടുത്തുന്ന ആളുകൾ, നമ്മെ വേദനിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമില്ലെങ്കിൽ എങ്ങനെയാണ് ക്ഷമിച്ചതിന്റെ കൂലി നമുക്ക് വാങ്ങാൻ പറ്റുക? ക്ഷമിക്കുന്നതിന് കൂലിയില്ലേ? ആ കൂലി ലഭിക്കണമെങ്കിൽ നമ്മെ ദേഷ്യപ്പെടുത്തുന്ന ആളുകൾ അപ്പുറത്ത് വേണ്ടേ? അപ്പോഴല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ, അപ്പോഴല്ലേ ക്ഷമയുടെ കൂലി ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിനോർത്ത് മാപ്പ് ചെയ്തു കൊടുക്കുവിൻ. അഫ്ഷുസ്സലാം, സലാം പ്രചരിപ്പിക്കണേ. മഹാനായ സ്വഹാബി
അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ സ്വഹാബിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, യാ അബാ ഉമാമ ഇന്ന മിനൻ നാസി മൻ ഇദാ റഅയ്തുഹു ഹനൻതു അലൈഹി വ അൻത മിൻഹും യാ അബാ ഉമാമ. അബൂ ഉമാമ, ചില ആളുകളുണ്ട്, എനിക്കവരെ കാണുമ്പോൾ അവരോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നാറുണ്ട്. അബൂ ഉമാമ, നിങ്ങൾ അവരിൽപ്പെട്ട ഒരാളാണ്. 16 വയസ്സുള്ള ഒരു ടീനേജുകാരനോട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ നന്മ പഠിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കുകളാണിത്. നന്മ പഠിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ. അബൂ ഉമാമ, ഇന്ന മിനൻ നാസി മൻ ഇദാ റഅയ്തുഹു ഹന്ന അലൈഹി ഖൽബി. എൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത വാത്സല്യം ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. വ അൻത മിൻഹും യാ അബാ ഉമാമ. അബൂ ഉമാമ, നിങ്ങൾ അവരിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് മനസ്സിലാക്കൂ അബൂ ഉമാമ, ഇദാ ദഖൽത, നിങ്ങൾ എവിടേക്ക് കയറി ചെന്നാലും, ഒരു ഷോപ്പിലേക്കോ വീട്ടിലേക്കോ ഒരു ഓഫീസിലേക്കോ മദ്രസയിലേക്കോ പള്ളിയിലേക്കോ എവിടേക്ക് കയറി ചെന്നാലും ഫസല്ലിം അലൈഹിം, അവരോട് നിങ്ങൾ സലാം പറയണേ, അസ്സലാമു അലൈക്കും എന്ന് പറയണേ. തകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലിൽ ബൈത്തി, നിങ്ങൾക്കത് ബറക്കത്താണ്. ഏത് വീട്ടിലേക്കാണോ നിങ്ങൾ കയറി ചെല്ലുന്നത് ആ വീട്ടുകാർക്കും അത് ബറക്കത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ ചെല്ലുമ്പോ വാതിലടച്ച് വാതിലങ്ങ് ചവിട്ടി തുറന്ന് കടക്കലിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുവിൻ. ആ സലാം അടക്കുന്നത് നിങ്ങളെ നൊന്തുപെറ്റ ഉമ്മയായിരിക്കും. എൻ്റെ ഉമ്മാക്ക് അല്ലാഹ് എൻ്റെ ഉമ്മാക്ക് റഹ്മത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല അല്ലാഹു? ആ കരുണയുടെ കേന്ദ്രമായ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി വഅലൈക്കുമുസ്സലാം, എൻ്റെ പൊന്നുമോന് നീ രക്ഷ കൊടുക്കണേ അല്ലാ എന്ന് നിങ്ങൾ പറഞ്ഞ സലാം അടക്കുകയാണെങ്കിൽ ജീവിത വിജയത്തിന് ഒരൊറ്റ സലാം മതിയായേക്കും. നിങ്ങളുടെ വാപ്പയാണ് സലാം അടക്കുന്നതെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഭർത്താവിനോട് സലാം പറയുമ്പോ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഫഇന്നഹു ജന്നതുകി വനാറുകി, പെണ്ണേ ഭാര്യ, നിന്റെ ഭർത്താവ് നിന്റെ നരകമാണൊന്നുകിൽ അതല്ലെങ്കിൽ നിന്റെ സ്വർഗമാണ്. സ്വർഗം വേണമെങ്കിലും ഭർത്താവിന്റെ കൂടെ നിന്നോ, നരകം വേണമെങ്കിൽ ഈ ഭർത്താവിനോട് അനാദരവ് കാണിച്ചാൽ നിനക്ക് നരകമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗത്തിന് കാരണമാകുന്ന തന്റെ വരനോട്, തന്റെ ഭർത്താവിനോട് അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലി സലാം പറഞ്ഞു തുടങ്ങിക്കൂടെ? ടെലിഫോൺ കോളുകൾ, ഒരു ദിവസം എത്ര ഫോണുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എത്ര കോളുകളാണ്? വാട്സപ്പിലുള്ള മെസ്സേജുകൾ എത്രയാണ്? ഓരോന്ന് പറയുമ്പോഴും തുടങ്ങുമ്പോഴും അസ്സലാമു അലൈക്കും എന്ന് തുടങ്ങുകയും ഫോൺ വെക്കുമ്പോൾ വഅലൈക്കുമുസ്സലാം എന്ന് ഒരു ഭാഗം സലാം പറയുമ്പോൾ മറ്റൊരാൾ മറുപടി പറഞ്ഞു വെച്ചാൽ ആ രണ്ട് സലാമിന്റെ ഇടയിൽ സംസാരിച്ചത് മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് ഇബാദത്തായി തരില്ലേ? എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? കേവലം ഫോൺ വിളി. ഓരോ ഫോണിലും ഒരു അസ്സലാമു അലൈക്കും എന്ന് തുടങ്ങിയാൽ എത്ര പ്രതിഫലമായി! ഒരു ദിവസം എത്ര ഫോൺ കോളുകൾ വന്നേക്കും, എത്ര തവണ സലാമും സലാം അടക്കലും അവിടെ നടക്കും. അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണേ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറയണമെന്ന് പറഞ്ഞു. ഉമ്മമാരോട്, ഉമ്മയോടും വാപ്പയോടും മക്കൾ സലാം പറഞ്ഞ് ആ ഉമ്മയുടെയും വാപ്പയുടെയും കൈ മുത്തണം എന്ന് പറഞ്ഞ ശരീഅത്താണ് നമ്മുടെ ശരീഅത്തുൽ ഇസ്ലാം. എങ്ങനെ? സ്വന്തം ഉമ്മയോട് അസ്സലാമു അലൈക്കും എന്ന് ഉമ്മയുടെ കൈ പിടിച്ച് ഉമ്മയുടെ കൈ മുത്തണം മക്കളെന്നാണ് ശറഅ് പഠിപ്പിച്ചത്. വാപ്പയുടെ കൈ മുത്തണം എന്നാണ് ശറഅ് പഠിപ്പിച്ചത്. നമ്മളത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ മുഅ്മിനേ. അഫ്ഷുസ്സലാം, ഇത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയാണ്. മനസ്സിനുള്ളിലെ മോശപ്പെട്ട ചിന്തകൾ ഒഴിവാക്കുകയും രക്ഷ നേരുകയും ശാന്തി നേരുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ അഭിവാദനമല്ലയോ അസ്സലാമു അലൈക്കും. അഫ്ഷുസ്സലാം, നിങ്ങൾ ശാന്തിയാണ് പ്രചരിപ്പിക്കേണ്ടത്. അഫ്ഷുസ്സലാം, നിങ്ങൾ സമാധാനമാണ് പ്രചരിപ്പിക്കേണ്ടത്. മുസ്ലിമീങ്ങളായ ആളുകൾ അക്രമാസക്തരാവേണ്ടവരല്ല. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞ ഏർപ്പാട്, മുസ്ലിമീങ്ങൾക്ക് അടിച്ചു തകർക്കുക എന്ന ഏർപ്പാട് ഒരൽപ്പം ദേഷ്യം കൂടുന്നുണ്ടോ എന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഉമ്മമാരെ ശുശ്രൂഷിച്ച ഡോക്ടർ, നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ പെങ്ങളോ ലേബർ റൂമിലേക്ക് കടക്കുകയും ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടായിട്ടോ അല്ലാതെയോ നിങ്ങളുടെ പെങ്ങളോ ഭാര്യയോ നിങ്ങളുടെ വീട്ടുകാരോ മരണപ്പെട്ടാൽ
ഇത് അല്ലാഹു ഉദ്ദേശിച്ചതും അല്ലാഹുവിന്റെ ഖദറുമാണെന്ന് സമാധാനിക്കേണ്ടതിന് പകരം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം കൊടുത്ത ഡോക്ടറെ പിടിച്ച് തല്ലുന്ന മുസ്ലിമേ, നമ്മെപ്പറ്റി മുസ്ലിം എന്ന് പറയാനൊക്കില്ല. ഹോസ്പിറ്റൽ തച്ചു പൊളിക്കുന്ന ആളുകളെ എവിടെയാണ് അഫ്ശുസ്സലാം, സമാധാനം കൊടുക്കേണ്ടത് എവിടെയാണ്? ആരാണ് സമാധാനം കൊടുക്കുന്നത്? ആരാണത് ചെയ്യലെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ആയിരക്കണക്കിന് രോഗികൾക്ക് ശമനമുണ്ടായിട്ട് ഏതെങ്കിലും ഒരു രോഗിയുടെ ചികിത്സയിൽ ഒരു കൈപ്പിഴ പറ്റിയാൽ നമ്മൾ ആ ഡോക്ടറെ പിടിച്ച് ആക്രമിക്കുമല്ലേ? നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ അക്രമാസക്തരാകുന്നു. ഏതെങ്കിലും ചെന്ന് ഒരു കാര്യം സാധിക്കാതെ വന്നാൽ നമ്മൾ അങ്ങ് ഇമോഷണലായി പെരുമാറുന്നുവല്ലേ? അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പക്ഷത്ത് നിന്നും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ എമിസറിയായി കടന്നു പോയപ്പോ അമുസ്ലിമീങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളോട് നയം പ്രഖ്യാപിക്കാൻ കടന്നു വന്നത് മഹാനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അന്ന് സുഹൈൽ ഇബ്നു അംർ എന്നവർ മുസ്ലിമല്ല. അന്ന് സുഹൈൽ ഇബ്നു അംർ എന്നവർ മുസ്ലിമായിട്ടില്ല. സുഹൈൽ ഇബ്നു അംർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കരാറിന്റെ പത്രവും ചുരുട്ടിപ്പിടിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് യാ മുഹമ്മദു എന്ന് വിളിക്കുകയും റസൂലുള്ളാഹ് എന്ന വാക്ക് വെട്ടണം അവിടെ. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, സുഹൈൽ ഇബ്നു അംർ, അംറിന്റെ മകൻ സുഹൈൽ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന കരാറെന്ന് എഴുതിയാൽ മതി. റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലാണെന്ന് വെട്ടണമെന്ന് പറഞ്ഞപ്പോഴാണ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാളെടുത്തത്. നബിയേ, ഈ മനുഷ്യന്റെ തല ഞാൻ വെട്ടട്ടെയോ? ഉമറേ, അല്ലാഹു നിങ്ങൾക്ക് അവസരം തന്നാൽ ഈ സുഹൈലിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ചിലത് കാണാൻ പറ്റും ഉമറേ. വാളെടുത്ത് ഒടുങ്ങലിൽ ഉമറേ. എന്താണ് ആ വാക്കെന്നറിയുമോ? വർഷങ്ങൾക്ക് ശേഷമാണ് സുഹൈൽ ഇബ്നു അംർ എന്നവർ പിന്നെ മുസ്ലിമാകുന്നത്, റളിയല്ലാഹു അൻഹു ആകുന്നത്. അങ്ങനെ മക്കക്കാരായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് മദീനയിൽ നടന്നപ്പോ മക്കക്കാരായ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനിരിക്കുമ്പോൾ അവരെ മക്കയിൽ പിടിച്ചു നിർത്തിയത് മദീനയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ചു നിർത്തിയ പോലെ മക്കക്കാരെ ഈമാനിൽ പിടിച്ചു നിർത്തിയത് ഈ മഹാനായ സ്വഹാബിയാണ്. നബിയോട് പേര് വെട്ടണം, റസൂലുള്ളാഹി എന്ന് വെട്ടണം എന്ന് പറഞ്ഞ അതേ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഉമറേ, നിങ്ങളുടെ കണ്ണുകൾക്ക് രോമാഞ്ചമണിയുന്നത് അല്ലാഹു കാണിക്കും ഉമറേ, ഒരു വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് സമാധാനം ചെയ്യാൻ പറഞ്ഞപ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് കേട്ടപ്പോഴാണ് സുഹൈൽ ഇബ്നു അംറിന് ഈമാൻ കിട്ടാൻ അവസരം ഒരുങ്ങുന്നത്. അപ്പോഴാണ് ഈമാൻ അവസരം ഒരുങ്ങുന്നത്. പുസ്തകം വായിച്ചിട്ട് എന്തോ ഒരാൾ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടായില്ലേ നമ്മുടെ ഭാഗത്ത്? നമ്മൾ ഒച്ചപ്പാടിനല്ല അവിടെ നിൽക്കേണ്ടത്. വേഗം പണ്ഡിതന്മാരെ വിളിച്ചു കൊണ്ടുവന്ന അതേ സ്ഥലത്ത് ആ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണ് അത് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. ഞങ്ങൾ കുത്തും കൊല്ലും എന്ന് പറയല അല്ലല്ലോ. അഫ്ശുസ്സലാം. ഒരു മനുഷ്യൻ ഏതോ ഒരു പുസ്തകം വായിച്ചിട്ട് തെറ്റിദ്ധാരണ വന്നാൽ ഇനിയും അങ്ങനെ വന്നേക്കും. ആവശ്യമൊക്കെ തീർന്ന ക്ഷമാപണമൊക്കെ ചെയ്തു നല്ല മനുഷ്യൻ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ആള് പുസ്തകം വായിക്കുന്നുണ്ടല്ലോ, എന്തായാലും ഒരു നല്ല പുസ്തകം കയ്യിൽപ്പെട്ട ഒരു പക്ഷേ അദ്ദേഹത്തിന് ഹിദായത്തും കിട്ടിയെന്ന് വന്നേക്കും. പക്ഷെ നമ്മൾ ഇമോഷണലാവും പെട്ടെന്ന്. വരും നമ്മൾ വളം കത്തിക്കെടുത്ത് ഇറങ്ങാൻ. അതല്ല അഫ്ശുസ്സലാം. കാര്യങ്ങളെ യുക്തമായിട്ട് മനസ്സിലാക്കണം. തെറ്റ് തിരുത്താനൊക്കെ പറഞ്ഞു കൊടുക്കി. നമ്മൾ പറഞ്ഞു കൊടുത്തോ ശരി എന്താണെന്ന് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തെങ്കിലല്ലേ നമ്മുടെ ബാധ്യത നിർവഹിച്ചു എന്ന് പറയുള്ളൂ. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ. ഇത് ലോകത്തോട് പഠിപ്പിക്കാൻ വന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന മനുഷ്യൻ ഹിബ്റും മിൻ അഹ്ബാരിൽ യഹൂദ്, ജൂതന്മാരുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അല്ലാഹുവിന്റെ റസൂലുമായി ചെറിയൊരു കടത്തിന്റെ ഇടപാടുണ്ട്. നബി കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം തിരിച്ചു കൊടുക്കാൻ ഇനി 3 ദിവസം ബാക്കിയുണ്ട്. ആ സമയം എത്തുമ്പോഴേക്കും ഇയാൾ നേരത്തെ വന്ന് കടം തിരിച്ചു തരേണ്ട ദിവസമാകുന്നതിന്റെ മുമ്പേ തിരിച്ചു വന്ന്
തിരിച്ചു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അഖദ ബിമജാമിഇ സൗബിഹി, നബിയുടെ വസ്ത്രം കൂട്ടിപ്പിടിച്ച് നബിയെ പിടിച്ച് കുലുക്കിയിട്ട് ഒരു ചോദ്യം, യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ, അദ്ദി അലയ്യ ദൈനി, എന്റെ കടം ഒന്ന് വീട്ടണം മുഹമ്മദ് നബിയെ. വഅൻതും ബനു അബ്ദുൽ മുത്തലിബ് മുമാതിലൂൻ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ കടം വാങ്ങിയാൽ തിരിച്ചു തരാത്തവരാണല്ലോ. സ്വഹാബത്തിന് മുമ്പിൽ ഇത് പറയുമ്പോൾ അവർ സഹിക്കോ? നബിയുടെ വസ്ത്രം കോളറിന് പിടിച്ചു എന്ന് പറഞ്ഞ പ്രയോഗമാണ് അഖദ ബിമജാമിഇ സൗബിഹി. ഒരൊറ്റപ്പിടുത്തം പിടിച്ചിട്ട് കടം എന്റെ കടം തിരിച്ചു താ, നിങ്ങൾ കടം വാങ്ങിയാൽ കടം വീട്ടാത്തവരാണ്. ഇവിടെ കടം വീട്ടേണ്ട ദിവസമായിട്ടില്ല, 3 ദിവസം കൂടെ അവധിയുണ്ട്. 3 ദിവസം കഴിഞ്ഞാലേ ഇയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് ആകുന്നുള്ളൂ, പറഞ്ഞുറപ്പിച്ച ഡേറ്റ്. അതിന്റെ മുമ്പാണ് ഈ ചോദിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സ്വാഭാവികമായൊരു വികാര പ്രകടനം നടക്കുന്നു. നമ്മൾ ഓരോരുത്തർക്കും കണ്ട് പഠിക്കാനാണ് അള്ളാഹു ഇത്തരം സംഭവങ്ങൾ ഹബീബിന്റെ ജീവിതകാലത്ത് അള്ളാഹു വരുത്തി വച്ചത്, നമുക്ക് പാഠം പഠിക്കാൻ. നബി തങ്ങളോട് ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, അങ്ങയെ നിന്ദിക്കുകയും അങ്ങയെ ചീത്ത പറയുകയും അങ്ങയുടെ തറവാടിനെ മോശമാക്കുകയും ചെയ്ത സയ്യിദ് ഇബ്നു സഅനയെ ഞാനൊന്ന് കൊല്ലട്ടെ നബിയേ. കാഫിറല്ലേ സയ്യിദ് ഇബ്നു സഅന, ജൂതനല്ലേ സയ്യിദ് ഇബ്നു സഅന, ഞാൻ സയ്യിദ് ഇബ്നു സഅനയെ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ്, യാ ഉമറു, ഉമറേ, ഞാനും സയ്യിദ് ഇബ്നു സഅനയും നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നാണല്ലോ. ഞാനും സയ്യിദ് ഇബ്നു സഅനയും നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നാണ്. തന്റെ പ്രതിപക്ഷമായ, തങ്ങളുടെ പ്രതിപക്ഷമായ സയ്യിദ് ഇബ്നു സഅനയെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയുന്ന വാക്കാണിത്. എന്താണ് ആ വാക്കെന്നറിയോ? തഅമുറുനി ബിഹുസ്നിൽ ഖദാ വതഅമുറുഹു ബിഹുസ്നി തഖാദി. ഉമറേ, വാളെടുത്ത് പേടിപ്പിക്കലാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഉമറേ, നിങ്ങൾ വേണ്ടത് എന്നോട് മാന്യമായി കടം വീട്ടൂ നബിയെ എന്ന് പറയുകയും സയ്യിദ് ഇബ്നു സഅനയോട് കടം തിരിച്ചു ചോദിക്കുമ്പോൾ മാന്യമായിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് വാളെടുത്ത് പേടിപ്പിക്കുകയാണോ ഉമറേ നിങ്ങൾ ചെയ്യുന്നത്? നിന്നു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ കൊടുക്കാനുള്ള പൈസ എടുത്തു കൊടുക്കിന് ഉമറേ. വസിദുഹു 20 ദീനാറൻ, 20 സ്വർണ്ണ നാണയം ഏറെയും കൊടുക്കണം. അങ്ങനെ കൊടുക്കാനുള്ളത് 10-15 ഉള്ളൂ. 20 സ്വർണ്ണ നാണയം ഏറെ കൊടുക്കണം ഉമറേ. ലിറഹ്ബതിക ഇയ്യാ, വാളെടുത്ത് നിങ്ങൾ അയാളെ പേടിപ്പിച്ചില്ലേ, ആ പേടിപ്പിച്ചതിന് 20 ഏറെയും കൊടുക്കിൻ. ആരായി പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഈ സംസ്കാരം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കിയില്ലയോ? ഏറെ കൊടുക്കിൻ, പേടിപ്പിച്ചതിന് 20 സ്വർണ്ണ നാണയം ഏറെ കൊടുക്കിൻ. ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഒന്നും വേണ്ട നബിയേ, എന്റെ കടം പോലും നിങ്ങൾ എടുത്തോളൂ നബിയേ, എനിക്ക് 20 ഏറെയും വേണ്ട. ഞാനൊരു നാടകം കളിക്കുകയായിരുന്നു,